ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 2047ഓടെ വികസിത രാജ്യമാവുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരുടെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് ചരക്ക് സേവന നികുതി നിരക്കുകളിൽ കുറവ് വരുത്തിയതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മത്സ്യമേഖലയിലെ നിക്ഷേപവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നവംബറിൽ ലക്ഷദ്വീപിൽ നിക്ഷേപകരുടെയും കയറ്റുമതിക്കാരുടെയും സംഗമം സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. രാജ്യത്തെ 25 കോടി ജനങ്ങളെ കേന്ദ്ര സർക്കാർ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലെത്തിച്ചതായി വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഏഷ്യാകപ്പ് പുരുഷ ട്വന്റി ക്രിക്കറ്റിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് മത്സരം അല്പസമയത്തിനകം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബീഹാറിലെ ഗയാജി സന്ദർശിച്ചു. വിഷ്ണുപാദ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളിലും രാഷ്ട്രപതി പങ്കെടുത്തു. രാവിലെ ഗയയിലെത്തിയ രാഷ്ട്രപതിയെ ബീഹാർ ഗവർണർ, മന്ത്രിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. 2047ഓടെ വികസിത രാജ്യമാവുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്നും ശ്രീ മോദി പറഞ്ഞു. ഗുജറാത്തിലെ ഭാവ്നഗറിൽ 34,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. भारत आज विश्व बंधु की भावना से आगे बढ़ रहा है. दूसरे देशों पर हमारी निर्भरता, यही हमारा सबसे बड़ा दुश्मन है और हमें मिलकर भारत के इस दुश्मन को, निर्भरता वाले दुश्मन को हराना ही होगा. दुनिया की सबसे बड़ी आबादी वाले देश को आत्मनिर्भर बनना ही होगा. മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിന്റെ ഉദ്ഘാടനവും സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട 7,800 കോടിയിലധികം രൂപയുടെ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുരാതന നഗരമായ ലോഥൽ സന്ദർശിച്ചു. ലോഥലിലെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സിന്റെ നിർമ്മാണ പുരോഗതി പ്രധാനമന്ത്രി വിലയിരുത്തി. 4,500 കോടി രൂപ ചെലവിലാണ് സിന്ധു നദീതട സംസ്കൃതിയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ലോഥലിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. GST നിരക്കുകളിൽ കുറവ് വരുത്തിയത് സാധാരണക്കാർക്ക് വേണ്ടിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തൂത്തുക്കുടിയിൽ തീപ്പെട്ടി പടക്ക നിർമ്മാണ സംഘങ്ങളുടെ 100ാം വാർഷികാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിന് സർക്കാർ അക്ഷീണം പ്രയത്നിക്കുന്നതായും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. പുതിയ GST പരിഷ്കാരങ്ങളുടെ ഭാഗമായി ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിൽ പരാതി പരിഹാര സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ്. പുതുക്കിയ GST നിരക്കുകളും ഇളവുകളും സംബന്ധിച്ച് ഉയരാവുന്ന ഉപഭോക്തൃ ചോദ്യങ്ങളും പരാതികളും പരിഹരിക്കുന്നതിനായാണ് നടപടി. GST നിരക്കുകൾ കുറച്ചതിന്റെ ഭാഗമായി ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ലഭിക്കുന്ന പാക്ക് ചെയ്ത കുടിവെള്ളത്തിന്റെ വില കുറയ്ക്കാൻ നിർദ്ദേശിച്ച് റെയിൽവേ മന്ത്രാലയം. റെയിൽ നീർ ഉൾപ്പെടെയുള്ള കുടിവെള്ളത്തിന്റെ വില 1 ലിറ്ററിന് 15 രൂപയിൽ നിന്ന് 14 രൂപയായി കുറയും. 500 മില്ലി ലിറ്ററിന് 10 രൂപയിൽ നിന്നും 9 രൂപയായും കുറയും. ട്യൂണ മത്സ്യബന്ധനം, കടൽപ്പായൽ, അലങ്കാര മത്സ്യബന്ധനം എന്നിവയിൽ നിക്ഷേപവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2025 നവംബറിൽ ലക്ഷദ്വീപിൽ നിക്ഷേപകരുടെയും കയറ്റുമതിക്കാരുടെയും സംഗമം സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനം സംബന്ധിച്ച് കൊച്ചിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അതിവേഗം വളരുന്ന രണ്ടാമത്തെ മേഖലയാണ് മത്സ്യബന്ധന മേഖലയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും യോഗത്തെ അഭിസംബോധന ചെയ്തു. രാജ്യത്തെ 25 കോടി ജനങ്ങളെ കേന്ദ്ര സർക്കാർ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ എത്തിച്ചതായി വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. ന്യൂഡൽഹിയിൽ ഇന്ന് പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള പുസ്തകം മോഡിനോമിക്സ്, എ ജേർണി ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന തുടങ്ങിയ പദ്ധതികൾ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയതാണെന്നും കേന്ദ്ര സഹമന്ത്രി കൂട്ടിച്ചേർത്തു. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. 2025 സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും.
സിനിമാ മേഖലയിൽ നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. ഇതിനു മുമ്പ് 2004-ൽ അടൂർ ഗോപാലകൃഷ്ണനാണ് ഫാൽക്കെ അവാർഡ് നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാലിനെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഏഷ്യ കപ്പ് പുരുഷ ട്വന്റി ക്രിക്കറ്റിൽ സൂപ്പർ 4 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും ഏറ്റുമുട്ടും. രാത്രി 8-ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. ഇന്ന് നടന്ന മത്സരത്തിൽ മലേഷ്യൻ സഖ്യത്തെ 21-17, 21-14 ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. പമ്പാ തീരത്ത് ഇന്ന് രാവിലെ ആരംഭിച്ച ആഗോള അയ്യപ്പ സംഗമം സമാപിച്ചു. ശബരിമലയെ തീർത്ഥാടക ഭൂപടത്തിൽ ശ്രദ്ധേയ കേന്ദ്രമാക്കി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് ശബരിമലയുടെ ഭാവി വികസനവുമായി മുന്നോട്ടു പോകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി VN വാസവൻ പറഞ്ഞു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആരംഭിച്ചു. പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ വയാവന്ദന യോജനയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനായി പദ്ധതി വിപുലീകരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. सरकार का प्रयास है कि देश के हर बुजुर्ग जिनकी आयु 70 वर्ष के ऊपर है उनको जल्द से जल्द आयुष्मान वय वंदना कार्ड मिले और ये ऐसी योजना है जिसमें आय की कोई पाबंदी नहीं. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനായി സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന തത്വം വിജയകരമായി നടപ്പിലാക്കി. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ 10ാമത് അന്തർദേശീയ യോഗം ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മികവ് വർദ്ധിപ്പിക്കാനും അവർക്ക് നീതി ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ട്രിബ്യൂണലുകൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സ്ഥാപിച്ച് 4 ദശാബ്ദങ്ങൾ പിന്നിടുമ്പോഴും ഇതിനായുള്ള പ്രവർത്തനങ്ങളാണ് ട്രിബ്യൂണൽ നടത്തിവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സിറിയയ്ക്കുള്ള താൽക്കാലിക സംരക്ഷിത പദവി അമേരിക്ക നിർത്തലാക്കി. സിറിയൻ കുടിയേറ്റക്കാർ 60 ദിവസത്തിനുള്ളിൽ അമേരിക്ക വിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നാടുകടത്തുമെന്ന് മുന്നറിയിപ്പും നൽകി. 2012 മുതൽ നിയമപരമായി പദവി ലഭിച്ച 6000-ലധികം സിറിയക്കാരെ ഇത് ബാധിക്കും. കുടിയേറ്റക്കാർക്കുള്ള നിയമപരമായ പദവി എടുത്തുകളയാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ തുടർന്നാണ് നടപടി. നാറ്റോ സഖ്യകക്ഷികളുമായി ചർച്ച വേണമെന്ന് അഭ്യർത്ഥിച്ച് എസ്തോണിയ. റഷ്യൻ MiG-31 യുദ്ധവിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചും അനുമതിയില്ലാതെയും എസ്തോണിയൻ ആകാശത്തേക്ക് പ്രവേശിച്ചതിനെ തുടർന്നാണ് അഭ്യർത്ഥന. എന്നാൽ റഷ്യ ഇത് നിഷേധിക്കുകയും വിമാനം അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ പാലിച്ചതായി അവകാശപ്പെടുകയും ചെയ്തു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കാനഡയുടെ ദേശീയ സുരക്ഷാ ഇന്റലിജൻസ് ഉപദേഷ്ടാവ് നതാലി ഡ്രൌയിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദ വിരുദ്ധ മേഖലകൾ, അന്തർദേശീയ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ, ഇന്റലിജൻസ് വിനിമയം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ പ്രവർത്തനം കേന്ദ്ര ഫിഷറീസ് സെക്രട്ടറി അഭിലക്ഷ് ലിഖി അവലോകനം ചെയ്തു. മത്സ്യ സംസ്കരണത്തിലും മൂല്യവർദ്ധന പ്രവർത്തനങ്ങളിലും ഉള്ള വിടവുകൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ അഭിലക്ഷ് ലിഖി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 വികസിത രാജ്യമാവുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരുടെ ക്ഷേമം ലക്ഷ്യമിട്ടാണ് ചരക്ക് സേവന നികുതി നിരക്കുകളിൽ കുറവ് വരുത്തിയതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മത്സ്യമേഖലയിലെ നിക്ഷേപവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നവംബറിൽ ലക്ഷദ്വീപിൽ നിക്ഷേപകരുടെയും കയറ്റുമതിക്കാരുടെയും സംഗമം സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. രാജ്യത്തെ 25 കോടി ജനങ്ങളെ കേന്ദ്ര സർക്കാർ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലെത്തിച്ചതായി വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ.
മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഏഷ്യാകപ്പ് പുരുഷ ട്വന്റി ക്രിക്കറ്റിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് മത്സരം അല്പസമയത്തിനകം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.